സന്ദീപ് വാര്യരുടെ കാര്യം നോക്കാം. ഈ സന്ദീപ് വാര്യരുടെ തൃക്കരിപ്പൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ കാസർഗോഡ് DCCയിൽ കടുത്ത അതൃപ്തിയാണ്. നാളെ അടിയന്തര DCC യോഗം ചേരാൻ പോകുന്നു. ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടേക്കും. തൃക്കരിപ്പൂരിൽ ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്നാണ് DCCയുടെ നിലപാട്. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട്. അരുൺ, സന്ദീപ് വാര്യരെ ഒട്ടും താല്പര്യമില്ല അല്ലേ? ഇതിപ്പോ എന്താണ് തൃക്കരിപ്പൂരിൽ സംഭവിക്കുക? ഈ സന്ദീപ് വാര്യരുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ആ സ്ഥലത്തുള്ള ആളല്ല എന്നുള്ളതും സന്ദീപിന്റെ നാടല്ല എന്നുള്ളതും അദ്ദേഹത്തിന്റെ മുൻ രാഷ്ട്രീയ പശ്ചാത്തലവും മുൻപ് പറഞ്ഞിട്ടുള്ള വിവാദ പ്രസ്താവനകളും ഒക്കെ എടുത്തു ഉയർത്തുന്നുണ്ടല്ലോ ഈ സമയത്ത്. തീർച്ചയായും റോഷ്നി, സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ മത്സരിക്കുമെന്നതിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. എന്നാൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ മത്സരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് കാസർഗോഡ് DCCയിൽ കടുത്ത അതൃപ്തി രൂപപ്പെട്ടിട്ടുള്ളത്. ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ തന്നെ അല്ലെങ്കിൽ ജില്ലയിൽ നിന്നുള്ള ആൾ തന്നെ തൃക്കരിപ്പൂരിൽ മത്സരിക്കണമെന്ന നിലപാടാണ് ഇപ്പോൾ DCC നേതൃത്വം അല്ലെങ്കിൽ ജില്ലയിലെ നേതാക്കൾ അത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഇത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ച മണ്ഡലമായിരുന്നു 2021. ഇത്തവണയാണ് കോൺഗ്രസ് അത് ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും അതിൽ ധാരണയാവുകയും ചെയ്തത്. ആദ്യഘട്ടം മുതൽ ചില പേരുകൾ അവിടെ പരിഗണനയിലുണ്ടായിരുന്നു. പ്രധാനമായും DCC പ്രസിഡന്റായിട്ടുള്ള PK ഫൈസൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസഫ്, അതോടൊപ്പം ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളായിരുന്നു പരിഗണനയിലുണ്ടായിരുന്നത്. DCC പ്രസിഡന്റിന്റെയും ജോമോൻ ജോസിന്റെയും കാര്യത്തിൽ നേരത്തെ ഒരു വ്യാജ കത്ത് വിവാദം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് അവരുടെ പേരുകൾ സാധ്യത മങ്ങിയത്. പിന്നീട് ബാലകൃഷ്ണൻ പെരിയ എന്ന പേരിലേക്ക് അവസാന ഘട്ടം വരെ അത് പരിഗണനയിലുണ്ടായിരുന്നു. ഒടുവിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ കടുത്ത എതിർപ്പാണ് ബാലകൃഷ്ണൻ പെരിയയുടെ പേര് വെട്ടാൻ കാരണമായത് എന്നതാണ് ഇപ്പോൾ നേതാക്കളിൽ നിന്ന് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ പരോക്ഷമായി ബാലകൃഷ്ണൻ പെരിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സന്ദീപ് വാര്യരെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ പരിഗണിക്കുന്നു എന്ന തരത്തിൽ ഉള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അതിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പിന്തുണ ആ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത അതിർത്തിയുമായി DCC നേതൃത്വം രംഗത്ത് വന്നിട്ടുള്ളത്. നാളെ അടിയന്തര DCC യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ ബാലകൃഷ്ണൻ പെരിയയും DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ അതിർത്തി പരസ്യമാക്കിക്കൊണ്ട് മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പ്രധാനമായും ഈ ജില്ലയിൽ നിന്നുള്ള പ്രാപ്തിയുള്ള നേതാക്കളുണ്ട്. അവരുടെ പേരുകൾ അവസാന ഘട്ടം വരെ പരിഗണനയിലുണ്ടായിരുന്നു. നിലവിൽ ജില്ലയിൽ 2 സീറ്റുകൾ മാത്രമേ കോൺഗ്രസ് മത്സരിക്കുന്നുള്ളൂ. കാഞ്ഞങ്ങാട് സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്ത് തൃക്കരിപ്പൂർ സീറ്റ് ഏറ്റെടുക്കുകയായിരുന്നു. ഉദുമയിൽ എങ്ങനെയാണെങ്കിൽ ഉദുമയിൽ മാത്രമേ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾക്ക് അവസരം ലഭിക്കൂ എന്ന കാര്യം കൂടി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും അതിർത്തി പരസ്യമാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഇന്ന് വൈകിട്ട് തന്നെ നേതാക്കൾ, ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ഇതിനെതിരെ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ അതിർത്തിയൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്നാണ് ആലോചിക്കുന്നത്. ഒരു പട്ടിക അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവേണ്ടതുമാണല്ലോ.